ഇന്ന് ഞാൻ പരിപ്പും ചക്കക്കുരും മുരിങ്ങയിലയും കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു തൊലി കളഞ്ഞു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം പരിപ്പിട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരു ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും കുറച്ച് ജീരകം, ചെറിയുള്ളി എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച ചക്കക്കുരും പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളപ്പിച്ചെടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് വയ്ക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരുവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.